ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് വെറും 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ ഈസിയായി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീം റെസിപ്പിയാണ്. അതിനായി നമുക്ക് ആദ്യമായി വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാനിവിടെ നല്ലപോലെ തണുപ്പിച്ച 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഫ്രീസറിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ച ഒരു ബൗളിലേക്കാണ് ഞാൻ ഈ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നത്. ചെറുതായി ഒന്ന് കട്ടിയായി വരുന്നത് വരെ നമുക്ക് ഈ ക്രീം ഒന്ന് അടിച്ചെടുക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഇലക്ട്രിക് ബീറ്ററാണ്. ഒരു വിസ്ക് വെച്ചും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. വിസ്ക് ഉപയോഗിക്കുമ്പോൾ കുറേ കൂടെ ടൈം എടുക്കും. ഇങ്ങനെ ബീറ്റർ വെച്ചാകുമ്പോൾ ഒരു 1.5-2 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ക്രീം കട്ടിയായി കിട്ടും. ക്രീം നല്ലപോലെ പതഞ്ഞ് തിക്കായി വരുന്നുണ്ട്. ഇനി ഒരു കുറച്ച് സമയം കൂടെ നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ക്രീം നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. കേക്കിനായൊക്കെ ക്രീം ഉപയോഗിക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കാറുള്ളത്. ഇനി നമുക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഈ വിപ്ഡ് ക്രീമിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്രീമിലും കണ്ടൻസ്ഡ് മിൽക്കിലും നല്ല മധുരമുള്ളതിനാൽ നമ്മളിവിടെ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് വനില എസൻസ് ആണ്. ഞാനിവിടെ 1 ടീസ്പൂൺ വനില എസൻസ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഐസ്ക്രീമിന് കുറേ കൂടി കളർ കിട്ടുവാനായി വേണമെങ്കിൽ കാരമലൊക്കെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രീസറിൽ വെക്കുവാനായി ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച ഒരു ഗ്ലാസ് കണ്ടെയ്നറാണ്. ഈ മിക്സ്ചർ ഒരു 6 അല്ലെങ്കിൽ ഒരു 8 മണിക്കൂറിനുള്ളിൽ തന്നെ ഐസ്ക്രീമായി കിട്ടും. ഇവിടെ ഞാൻ ഈ മിക്സ് റെഡിയാക്കുന്നത് രാത്രിയിലാണ്. രാവിലെ ആവുമ്പോഴേക്കും ഇത് ഐസ്ക്രീമായി കിട്ടും. ഇനി ഈ കണ്ടെയ്നർ നല്ലപോലെ അടച്ച് ഫ്രീസറിലേക്ക് വെക്കാം. ഇത് ഞാനൊരു 10 മണിക്കൂറിന് ശേഷമാണ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഐസ്ക്രീം ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഐസ്ക്രീം ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുക്കാം. ഞാനിതിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹോം മെയ്ഡ് ഐസ്ക്രീമിൽ നമ്മൾ മറ്റു പല ചേരുവകളും ചേർക്കാത്തതിനാൽ ഫ്രീസറിൽ നിന്നെടുത്ത് നമ്മൾ അധിക സമയം വെളിയിൽ വയ്ക്കുകയാണെങ്കിൽ ഷോപ്പിൽ നിന്നും വാങ്ങിക്കുന്ന ഐസ്ക്രീമിനേക്കാളും പെട്ടെന്ന് മെൽറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വിപ്പിംഗ് ക്രീം, കണ്ടൻസ്ഡ് മിൽക്ക്, വനില എസൻസ്, ഈ 3 ചേരുവകളും ചേർന്ന ഈ യമ്മി ഐസ്ക്രീം റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ ഒരു വീഡിയോയുമായി വരുന്നതായിരിക്കും. Till then, bye.